Hi guys, welcome back to our channel. It's me Aisha Noor. കുറേയായി കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോസാണ് ചെയ്യുന്നത്. മെയിനായിട്ട് എനിക്കൊരു കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോന് അടിയിലായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹിജാബ് കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി, ഒരു കണ്ടൻറ് കിട്ടിയല്ലോ. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ എല്ലാ വീഡിയോ ചെയ്തത് ഞാൻ ഉള്ളിൽ റൂമിൽ ജനലിൻ്റെ അടുത്ത് ഫോണൊക്കെ എങ്ങനെയോ സെറ്റാക്കി വെളിച്ചം വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഫിൽറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഫിൽറ്റർ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് ഫ്രണ്ടിൽ വെച്ചതാണ് ക്യാമറ. പക്ഷെ നല്ല ക്ലിയറും ഉണ്ട്. നമുക്ക് ഒരു നാച്ചുറലായിട്ട് തോന്നുമല്ലോ, അങ്ങനെ തോന്നി. അപ്പോൾ ഇവിടുന്ന് തന്നെ ചിലപ്പം എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ എൻ്റെ ഹിജാബ് കളക്ഷൻസ് കാണിച്ചു തരാം. കുറേ കളക്ഷൻസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതാണ് എൻ്റെ ഹിജാബ്സൊക്കെ. ഈ ഒരു ബ്രാൻഡിൻ്റെന്നോ അല്ല ഈ ഒരു ക്ലോത്ത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് മാച്ചാകുന്ന ഏതാണോ അതിനെ എടുക്കും എന്നല്ലാണ്ട് ഈ ബ്രാൻഡോ ഒന്നും നോക്കാറില്ല, പൈസയും ഞാൻ നോക്കാറില്ല. അപ്പോൾ ഇതാണ് ഇതിലുള്ള എല്ലാം ചിലപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവാം. ഈ ഒരു ഷാൾ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റാണ്. കാരണം ഫേവറേറ്റ് എന്നല്ല, ഞാൻ എവിടെ പോകാൻ ഇറങ്ങിയാലും ഇത്രത്തോളം ഷാൾ ഉണ്ടെങ്കിലും എനിക്ക് ഇതേ എൻ്റെ കൈ കിട്ടുള്ളൂ. അതുകൊണ്ട് എവിടെ പോകുന്നുണ്ടെങ്കിലും പകുതിയോളം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷാളാണ്. അതുമാത്രമല്ല, ഇതെൻ്റെ ഫേസിന് നല്ല കുറച്ചൊരു ഇത് തോന്നുമില്ല, നമുക്ക് ഇട്ടിട്ടൊരു മാച്ച് ആവുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ഷാള് ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും പറയണ്ടല്ലോ. ഇതൊന്ന് അതൊരു ബ്രൗൺ കളർ, ബ്രൗൺ അല്ലേ ഇത്. പിന്നെ ഒരു ചാണകപ്പച്ച കളർ. ഇതൊക്കെ സെയിം ക്ലോത്ത് തന്നെയാണ്. നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു ചാണകപ്പച്ച കളർ എന്ന് പറയും, അത് തന്നെയാണെന്ന് തോന്നുന്നു, ആ പച്ച കളറ്. പിന്നെ ഇതിൽ കാണുന്ന ഒരു ലൈറ്റ് പർപ്പിൾ കളറ്. ഇതിൻ്റെ ക്ലോത്ത് ഡിഫറൻസ് ഉണ്ട്. ഇത് ക്യാമറേൻ്റെ അടുത്ത് വരുമ്പം ഒരു ബ്ലൂ ആണല്ലേ. ഇതൊരു കോട്ടൺ അല്ല. ഇതും ഈ ഒരു ഷോളും എന്ന് വെച്ചാൽ ഇതൊരു ലൈറ്റ് പിങ്കാണ്, ഇതൊരു പർപ്പിൾ കളറാണ്. ഈ ക്യാമറേൻ്റെ ഇതുകൊണ്ടാണ് ഇതിൽ നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ലേ ക്യാമറയിൽ കാണുന്നത്, അതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇത് രണ്ടും സെയിം ക്ലോത്താണ്. പക്ഷേ ഏത് ക്ലോത്താണെന്ന് എനിക്ക് പറഞ്ഞുതരാം, ഇതാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു കുറച്ചും കൂടി കട്ടിയുള്ള ഒരു തുണിയാണ്. പിന്നെ ഇതൊരു ക്രീം കളറ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ അത്ര യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ തലയിൽ തീരെ നിൽക്കാത്തൊരു ഷാൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വേഗം ഊരി പോകുന്നത്. കുറച്ച് കട്ടിയുമാണ്, പക്ഷേ ഒരു കനവുമാണ്. അത്ര ഈ ക്ലോത്തിൻ്റെ പേരൊക്കെ അറിയെങ്കിലും ഞാൻ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ എനിക്കറിയാത്തതുകൊണ്ട് ഇതൊരു ക്രീം കളറ്. ഇത് എനിക്ക് ഇഷ്ടമാണ്, ഈ ഒരു കളർ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, തലയിൽ അങ്ങനെ അടുങ്ങി നിൽക്കാത്തൊരു ഷാളാണ്. പിന്നെ ഇതൊരു പച്ച കളർ, ഡാർക്ക് ഗ്രീൻ കളർ. ഈ ക്ലോത്തിന് ഡിഫറൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു വര ആയിട്ടുള്ള വേറൊരു ഒരിതാണ്. ഇത് നല്ലതാണ്, ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷാള്, ഈ ഒരു ഷാള്. പിന്നെ ഇതും ഞാൻ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് കോട്ടൺ പോലെയാണ്, നല്ല ഞാൻ കുറേ മുമ്പൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇപ്പം അടുത്തൊന്നും ഇട്ടിട്ടില്ല, കുറേ ആയി യൂസ് ചെയ്തിട്ടും. പക്ഷെ നമുക്ക് വീഡിയോയിലൊക്കെ നല്ലൊരു ഫേസിന് കുറച്ചും കൂടെ ഒരു ഗ്ലോ ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഈ ഷാള് ഞാൻ ഇട്ടിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറ്, നേരത്തേക്കാളും കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറാണിത്. ഇത് ഭയങ്കര വലിയൊരു ഷാളാണ്. പിന്നെ
ഇതും ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല, കുറേ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഇപ്പം അടുത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല, വീഡിയോയിലും യൂസ് ചെയ്തിട്ടില്ല. അതെന്ന് വെച്ചാൽ ഈ ഉമ്മാമ്മമാർക്കൊക്കെ ഇടുന്ന വലിയ ഷാൾ ഉണ്ടാവില്ല, അതേപോലെയാണ് വലിയ ഷാൾ, ഒരു കോട്ടൺ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഒരു ഓഫ് വൈറ്റ് ഷാളാണ്. ഇത് ഞാൻ ഒരു പെരുന്നാൾ ഈ ചെറിയ പെരുന്നാൾക്ക് എടുത്ത ഷാൾ. ഞാൻ ആ ഒരു പെരുന്നാൾക്ക് യൂസ് ചെയ്തതല്ലാണ്ട് പിന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ നല്ല ഷാളാണ്. ഓഫ് വൈറ്റ് ആ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു, എല്ലാവരും ഓഫ് വൈറ്റിൻ്റെ ഷാളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പൂതി കൊണ്ടെടുത്തത്, അല്ലാണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് വൈറ്റ് കളർ തീരെ മാച്ചാവില്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റ് കളർ വൈറ്റാണ്. പക്ഷേ എനിക്ക് തീരെ മാച്ച് ചെയ്യാത്ത കളറ് വൈറ്റാണ്. പിന്നെ ഇതാണ് ബ്ലാക്ക് കളർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും ബ്ലാക്ക് കളർ ഷാൾ ഇടുന്നു. എനിക്ക് വേറെ ഒന്നും കൂടി ഉണ്ട്, പിന്നെ ഇതിനേക്കാളും ഒരു എന്താ പറയുക കട്ടിയുള്ള ഷാൾ ഇതാണ്. ഇത് ഫർദ ഷാളല്ല കേട്ടോ, പിന്നെ സാധാ ഇതുപോലെ തന്നെ ഹിജാബായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ നല്ല ഒരു ബ്ലാക്ക് കളർ ഷാൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹിജാബ് കളക്ഷൻസ്. ഇനിയും കുറേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതന്നെ ഞാൻ എന്താ പറയുക വീഡിയോസിന് വേണ്ടി മാത്രം ഇവിടുന്ന് ക്യൂ എടുത്ത് വന്നത്, അല്ലാതെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷാൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതന്നെ മെയിനായിട്ട് എനിക്ക് എവിടെ പോകുമ്പോൾ എനിക്ക് ഈ ഒരു ഷാള കൈ കിട്ടുക, എത്ര ഉണ്ടെങ്കിലും എനിക്ക് ഇതായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.